എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും പിന്നെ എൻ്റെ ചില കാര്യങ്ങളും പിന്നെ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കർണാടക സ്റ്റൈൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, കാരാബാത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് റവ എടുത്തു. സാധാരണ ഞാൻ റവ വറുത്ത് വെക്കുക, പക്ഷേ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നേരം നമ്മൾ റവയും ഉള്ളിയും കൂടെ വഴറ്റുന്നത്, അതുകൊണ്ട് ഞാൻ അതിപ്പോൾ വറുത്തില്ല. അപ്പം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ആവശ്യത്തിന് ഒഴിക്കണം. അപ്പോൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇച്ചിരി ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ കാരാബാത്ത് ഉണ്ടാക്കാൻ അത് പെർഫെക്റ്റായിട്ട് വരാനായിട്ട് നല്ലതായിട്ട് എണ്ണ വേണം. അപ്പം 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് 2-3 കഷ്ണം ഗ്രാമ്പൂവും പിന്നെ പട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിയിട്ട് ഓരോ ടീസ്പൂൺ ഉഴുന്നും പിന്നെ കടലപ്പരിപ്പും പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഇട്ട് ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയിട്ട് പിന്നെ അതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റി പിന്നെ നന്നായിട്ട് സവാള, ഞാൻ ഇവിടെ ഇപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഇച്ചിരി കൂടുതലിരുന്നാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനകത്തോട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. 1 കപ്പ് വറക്കാത്ത റവ, 1 കപ്പ് വറക്കാത്ത റവ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അങ്ങ് നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് വറക്കാം. കുറച്ച് നല്ലതായിട്ടൊന്ന് വറുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത്, അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പിന് 3 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചേ. അപ്പോൾ വെള്ളം തിളച്ച ഉടനെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് ഈ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഉപ്പ് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഉപ്പ് പൊടി ചേർക്കണം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞാനിപ്പം ഉപ്പ് വെള്ളം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പം ഉപ്പ് വെള്ളം ഒഴിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയമൊന്ന് ചെറിയ തീയിൽ അടച്ചേക്കാം. അതിന് മുമ്പ് നമുക്ക് 2 ടൊമാറ്റോ അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് തിളച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴിയുന്ന ഉടനെ ഇതും ചേർക്കണം. ഉപ്പും ഇതും കൂടെ ചേർത്ത് നമുക്കിനി ഒരു ചെറിയ തീയിൽ ഇതൊരു കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരാബാത്തും ഇവിടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന കാരാബാത്തും പിന്നെ കേസരി ബാത്തും കൂടെ ഒന്നിച്ച് കിട്ടും. ചൗ ബാത്ത് എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അങ്ങ് അടച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഞാൻ ഒരു ചട്നിയും കൂടെ അരച്ചായിരുന്നു. ചുമ്മാ തേങ്ങയും പച്ചമുളകും കുറച്ച് പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ച് പിന്നെ കുറച്ച് പൊട്ടുകടല കൂടെ ചേർത്തങ്ങ് അരച്ചു. പിന്നെ കുറച്ച് കടലക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നല്ലപോലെ ഇരുമ്പ് ചീൻചട്ടിയിൽ വഴറ്റി, അപ്പോൾ നല്ല കറുപ്പ് നിറമായിന്. അപ്പോൾ അതും കൂടെ എടുത്തു, അപ്പം നല്ല പ്രോട്ടീനും ആവുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതായി. ഞാനൊരു കാര്യം കാണിക്കാം. എനിക്കെന്നാൽ ഈ തയ്ക്കാനൊക്കെ ഇച്ചിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈയിടെ ഒരു പുതിയ എന്തെങ്കിലും ഒന്ന് തയ്ക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ കാര്യം ഓർത്ത്. ഇത് ഞാൻ വളരെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എന്നിട്ട് തയ്ക്കാനൊക്കെ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നൂല് തീർന്നു പോയി. പിന്നെ അതങ്ങനെ മറന്ന് അങ്ങനെ ഇരിക്കുമായിരുന്നു. അതുപോലെ ഇതാണെങ്കിൽ രാജസ്ഥാനി മിറർ വർക്ക് പഠിക്കാനായിട്ട് ഞാൻ തയ്ച്ചതാണ്. അന്നേരം പക്ഷേ ഇതെന്തെങ്കിലും ഒന്ന് ഫ്രെയിം ചെയ്യുവോ അല്ലെ എന്തെങ്കിലും ബാഗ് തുന്നിപ്പിടിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യണം എന്നറിയത്തില്ല. അതങ്ങനെ അവിടെ ഇരിക്കണം.
ഇത് വേറൊരു മിറർ വർക്ക് പോലെ ചെയ്യാനായിട്ട് തുടങ്ങി വെച്ചതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത ഇനി ഇതിൻ്റെയൊക്കെ കാര്യം ഓർത്തപ്പോൾ അപ്പോൾ ഇനി ഇത് തീർക്കാതെ ഇനി പുതിയ ഒന്നും തുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാനൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് പിന്നെ അതങ്ങ് മറന്നു പോകും. നമ്മുടെ വീട്ടു ജോലി, വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങ് മറന്നു പോകും. അതിങ്ങനെ അങ്ങ് എവിടെയെങ്കിലും അങ്ങ് മാറ്റി നമ്മളങ്ങ് വെക്കും. ഇനിയിപ്പോൾ ഇത് ഞാൻ കുമ്പളങ്ങ കറി ഉണ്ടാക്കുക ലഞ്ചിന് വേണ്ടിയിട്ട്. ചോറ് അപ്പുറത്ത് പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങയും മുളകും മഞ്ഞളും കരിയാപ്പിലയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാം. പിന്നെ അതിനകത്തോട്ട് തേങ്ങയും ഇച്ചിരി ജീരകവും വെളുത്തുള്ളിയും പിന്നെന്തോ അരച്ച് കുറച്ച് തൈരും കൂടെ അടിച്ച് അങ്ങ് ചേർത്ത് കുമ്പളങ്ങ കറി. ഇത് കുമ്പളങ്ങ ഓണത്തിന് വാങ്ങിച്ചത് ഞാൻ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ കുറച്ച് വൻപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിൽ. പിന്നെ കുറച്ച് ഇത് വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട്. മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റണം. ചില ആൾക്കാരാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കും. അവർ പെട്ടെന്ന് തന്നെ വിചാരിക്കുന്ന ഉടനെ തന്നെ ചെയ്ത് അങ്ങ് തീർക്കും. ഞാനാണെങ്കിൽ അത്യാവശ്യം ഉള്ള കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്നങ്ങ് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ ഒക്കെ ചെയ്യത്തുള്ളൂ. ചില ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിളോ അവർക്കിങ്ങനെ അത് പതുക്കെ ആലോചിച്ച് ഇരുന്ന് കുറേ സമയം കഴിഞ്ഞ് കുറേ ആരെങ്കിലുമൊക്കെ ഒന്ന് പുഷ് ചെയ്ത് അങ്ങനെ അവർ തുടങ്ങത്തുള്ളൂ. വേറെ ചിലരാണെങ്കിൽ പെട്ടെന്ന് തുടങ്ങും, പക്ഷേ തീർക്കത്തില്ല. ഇങ്ങനെ അങ്ങ് മാറ്റി വെക്കുമോ അങ്ങനെ ചെയ്യും. ചിലരാണെങ്കിൽ തുടങ്ങും, അതുപോലെ തന്നെ അവർ സ്പീഡിൽ തീർക്കുകയും ചെയ്യും. അങ്ങനെ പലതരം ആൾക്കാരാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കപ്പലണ്ടി വറക്കുക. അത് നമ്മുടെ ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നില്ലേ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബീട്രൂട്ട് തോരൻ, അതിനുവേണ്ടി ബീട്രൂട്ടൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പം ചോറ് വെന്തു. അപ്പോൾ ചോറങ്ങ് വാർത്തേക്കാം. ഇങ്ങനെ ജസ്റ്റ് ആ വാഷറും മാറ്റി വെയിറ്റും കൂടെ മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് ഇതിനകത്ത് പ്രഷർ കുക്കറിൽ തന്നെ അങ്ങ് വാർക്കും. പിന്നെ ബീട്രൂട്ടും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ഈ ചോപ്പറിലിട്ടങ്ങ് ചോപ്പ് ചെയ്യുക. സാധാരണ ഈ ഉള്ളി അരിഞ്ഞ് വഴറ്റി പിന്നെ ബീട്രൂട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഇന്നിപ്പം ഞാൻ എളുപ്പത്തിന് അങ്ങ് ചെയ്യുക. സാധാരണ ഞാൻ ഈ ചോപ്പർ അങ്ങനെ ബീട്രൂട്ടും പിന്നെന്തോ ഇത് ഓമയ്ക്ക അരിയാനും വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല. പിന്നെ ചിക്കനൊക്കെ മിൻസ് യൂസ് ചെയ്തിട്ടില്ല, അതല്ലാതെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് കപ്പലണ്ടി, വെളുത്തുള്ളി, ചുമന്ന മുളക് പൊടി, പിന്നെ കുറച്ച് പുളി കൂടെ ചേർത്ത് അതൊന്ന് പൊടിച്ചിട്ട് ഈ നമ്മൾ വഴറ്റിയ വഴുതനങ്ങ ഇല്ലേ അതിനകത്തോട്ടങ്ങ് ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇച്ചിരി ഒരു ശകലം വെള്ളവും കൂടെ ചേർത്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഓൾറെഡി വഴുതനങ്ങ വെന്തു, എന്നാലും ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇതിപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് തന്നെ ഞാൻ തേങ്ങ ഇട്ട്, സാധാരണ ഉള്ളിയും ഒക്കെ വഴറ്റിയിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടെ അങ്ങ് ചോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം തേങ്ങ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വൻപയർ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ വൻപയറും കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് അങ്ങ് തോരൻ ആക്കി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് അങ്ങനെ തോരൻ ആയിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിക്കാം. പ്രോട്ടീൻ വേണമല്ലോ നമുക്ക്. എല്ലാ മീലിലും പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കണം. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് അങ്ങനെയുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പം
ഞാനൊരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇതാണ് ബെസ്റ്റ് എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രോട്ടീനും ഒക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനും അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കാം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പോൾ ലഞ്ച് റെഡിയായി. ചോറ്, കുമ്പളങ്ങ കറി, വഴുതനങ്ങ ഫ്രൈ, ബീട്രൂട്ട് തോരൻ, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ തൈരും ഉണ്ട്. ഇന്നപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.